നമ്മളല്ല ഇപ്പൊ ബാങ്കോങ്ങിലേക്ക് പോകുന്നത് അല്ലേ? മോട്ടു, എന്റെ ബ്രോ, എന്റെ ചങ്കേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ കൂട്ടുകാരുടെ കൂടെ 3 ദിവസവും 2 രാത്രി ബാങ്കോക്കിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടിയതാ. അതുകൊണ്ടാ ഞാൻ നിങ്ങളെയും കൂട്ടി വന്നത്. പൊളിച്ചെടുത്തല്ലോ. ഷിപ്പിൽ യാത്ര ചെയ്യുന്നതേ 20 കൊല്ലത്തിൽ എന്റെ ആദ്യത്തെ അനുഭവമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഈ 3 രാത്രി 2 പകൽ ടിക്കറ്റ് എവിടുന്ന് ഒപ്പിച്ചു? ഡോക്ടർ ജഡ്ക ഷോപ്പിംഗ് മാളില് ഷോപ്പിങ്ങിന് വേണ്ടി പോയിരുന്നു. അവിടുത്തെ ലക്കി ഡ്രോയിൽ നിന്ന് അദ്ദേഹത്തിന് അത് കിട്ടിയതാ. വാ, നേരെ ഒരുപാടായി, ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ആ ചായക്കട ചേട്ടനെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവരായിരുന്നു. എങ്കിലിപ്പൊ നല്ല ചൂടുള്ള സമൂസകൾ കഴിക്കായിരുന്നു. ഷിപ്പ് മറിയാൻ പോവുക. എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ. ഷിപ്പ് മറിയാൻ പോവുക. ഓടി രക്ഷപ്പെട്ടോ. വരൂ, എല്ലാവരും വേഗം വരൂ, വേഗം. അല്പസമയത്തിനുള്ളിൽ ഈ കപ്പല് മുങ്ങുമത്രേ. രക്ഷപ്പെട്ടേ, ഞങ്ങൾ രക്ഷപ്പെട്ടേ, ഞങ്ങൾ രക്ഷപ്പെട്ടേ. ദൈവത്തിന്റെ കൃപയുണ്ട്, ഞങ്ങൾ രക്ഷപ്പെട്ടേ. എന്റെ അമ്മോ, നീ ഇപ്പൊ എങ്ങനെ രക്ഷപ്പെട്ടു? നീയല്ല പറഞ്ഞത് ഷിപ്പ് തകരാൻ പോവാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. ഞാൻ നാടകത്തിന്റെ റിഹേഴ്സൽ ചെയ്യുകയായിരുന്നു, പാസഞ്ചേഴ്സിനെ കാണിക്കുകയായിരുന്നു. നാളെ ഇവിടെ നാടകവും മറ്റു പ്രോഗ്രാമും ഒക്കെ നടക്കാൻ പോവുക. നിങ്ങളത് സത്യമാണെന്ന് മനസ്സിലാക്കി ചാടിപ്പോയി. സോറി സോറി. രക്ഷപ്പെട്ടേ, ഫുർഫുറി നഗരെത്തിയല്ലോ, ഫുർഫുറി നഗരെത്തിയല്ലോ. എന്റെ മോട്ടു, ഇത് ഫുർഫുറി നഗർ അല്ല, ഇത് കൊരങ്ങന്മാരുടെ നഗരാ. എന്റെ ഭഗവാനെ, ഞങ്ങളെ രക്ഷിച്ചതിന് 1000 നന്ദി. ഞങ്ങള് രക്ഷപ്പെട്ടിരിക്കുന്നു. ഓ ബല്ലേ ബല്ലേ, ഓ ബല്ലേ ബല്ലേ. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാൻ തോന്നാണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുക? ഞാൻ ഈ ലൈഫ് ബോട്ടിൽ തന്നെ തിരിച്ചു പോകും. അതും പോയോ? ആ ലൈഫ് ബോട്ടും പോയി. ഇനി നമ്മൾ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട ബദലു. ആ ഷിപ്പിന്റെ ആൾക്കാർ നമ്മളെ അന്വേഷിച്ച് എന്തായാലും വരാതിരിക്കില്ല. വാ, നമുക്ക് നോക്കാം ഇവിടെ കുരങ്ങന്മാരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഒരാളെ തല്ലാൻ നിനക്ക് യാതൊരു അധികാരമില്ല. ഞാൻ ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഈ ചിങ്കത്തെറ്റടുന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. എന്റെ അമ്മോ, പേടിപ്പിക്കുന്നു. ഇൻസ്പെക്ടർ ചിങ്കത്തിനെ പേടിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മോ, വീണ്ടും പേടിപ്പിക്കുന്നു. ഇതിനെന്നെ കണ്ട പേടി വരുന്നില്ല. എന്റെ അമ്മോ. വാ, നമുക്ക് പോകാം. ഇവിടെ വേറെ വല്ല പോംവഴി ഉണ്ടോന്നൊന്ന് നോക്കാം. എന്നെ രക്ഷിക്കണേ. അല്ല, ചെണ്ടമേളം കേൾക്കുന്നല്ലോ. രക്ഷപ്പെട്ടേ, നമ്മള് രക്ഷപ്പെട്ടേ. ഇവിടെ മനുഷ്യര് ജീവിച്ചിരിപ്പുണ്ട്. ഓയ് ബല്ലേ ബല്ലേ, ഓയ് ബല്ലേ ബല്ലേ. നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. പൊളിച്ചെടുത്തല്ലോ. ദാ അങ്ങോട്ടൊന്ന് നോക്കിയേ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഞങ്ങളാരും മഹാരാജാക്കന്മാരൊന്നും അല്ല. ഇവിടെ വന്ന് പെട്ടുപോയ ആശ്രിതരാ. നിങ്ങൾ ആരാ? നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ രാജാക്കന്മാർ. കുറെ കാലമായി നിങ്ങളെ കാത്തിരിക്കുക. ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാകും. വിശ്രമിച്ചാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശദമായി പിന്നീട് പറഞ്ഞു തരാം. അതെ, ഞാനും ക്ഷീണിച്ചു പോയി. എന്നെ ആരെങ്കിലും ഒന്ന് പൊക്കിക്കൊണ്ട് പോകണം. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതിനെയൊക്കെ വരുന്നത്? ഇത് നോക്കൂ രാജാക്കന്മാരെ, നിങ്ങളുടെ കൽപ്രതിമകൾ. ഈ കൽപ്രതിമകൾ ഞങ്ങളുടെ പൂർവികന്മാർ എത്ര കാലം മുമ്പ് ഉണ്ടാക്കിയതാണെന്നോ?
ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രതിമ ഇവിടെ പണിത് വെച്ചിരിക്കുന്നു. നമ്മൾ രാജാക്കന്മാരാ. വരൂ, നമുക്ക് ഈ കുരങ്ങന്മാരെയും കൊണ്ട് കുറച്ച് സമൂസകൾ ഉണ്ടാക്കാം. ഈ ചിത്രം ആരുടേതാ? നിങ്ങൾ രണ്ടുപേരും ഒരു ഗറില്ലയെ കൊല്ലുന്ന ചിത്രമാ. ഇത് നടക്കുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഗറില്ല ഞങ്ങളെ എല്ലായ്പ്പോഴും വന്ന് ഉപദ്രവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വന്നുവല്ലോ. ഇനി മോട്ടു രാജാവ് അവന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുമല്ലോ. മഹാരാജാവേ, അതാ ഗറില്ല വന്നു കഴിഞ്ഞു. അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലും. ആരും പേടിക്കരുത്, ധൈര്യമായിട്ട് നിൽക്കണം. അവൻ ഒരുത്തരും നമ്മൾ ഒരുപാട് പേരുമുണ്ട്. എന്നാൽ നമുക്ക് തുടങ്ങാം, അല്ലേ? ആക്രമിക്കൂ. നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓടിക്കോ. നിലവിളിക്കുന്നത് ആ ഗൊറില്ല കേക്കും. എന്റെ അമ്മോ, ഇപ്പൊ മനസ്സിലായി ഞാൻ ഇതിനെ കരഞ്ഞെന്ന്. അതേ മോട്ടു, എനിക്കിപ്പോ മനസ്സിലായി. പൊളിച്ചെടുത്തല്ലോ, എനിക്ക് വേദനിക്കുന്നു. എന്റെ അമ്മോ, ആ. എന്റെ അമ്മേ. എന്റെ പരദൈവങ്ങളെ. മഹാരാജ്, നിങ്ങൾക്ക് ഉറക്കമൊക്കെ സുഖമായിരുന്നുവെന്ന് തോന്നുന്നു. എന്റെ അമ്മോ, ഉറക്കൊക്കെ നന്നായിട്ട് വന്നു. പക്ഷെ വേദന കൊണ്ട് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയില്ല. ആ, എനിക്ക് നിങ്ങളുടെ വേദന മനസ്സിലാകും. ഇത് ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമായി പോയി. അങ്ങോട്ട് നോക്കിയേ. ഇവന്മാരുടെ പിന്നാമ്പുറത്ത് എങ്ങനെ ഇരിക്കുന്നെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇനി ആ ഗറില്ല വന്നാൽ ഞങ്ങളൊക്കെ തയ്യാറാ. അതിനെ ആക്രമിക്കാൻ ഞങ്ങൾ സജ്ജരായി കഴിഞ്ഞു. നിങ്ങൾ തയ്യാറാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അല്ല, അവനെ പൊളിച്ചെടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ് യുദ്ധം ചെയ്യുക. പക്ഷെ ഞങ്ങൾ അവന്റെ ശക്തിയെ പകുതിയാക്കും. ഞങ്ങൾ ചില ചെടികളും പഴങ്ങളും കൊണ്ടൊരു മഹാരസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പാനീയം. അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം തോന്നും. പിന്നെ ഞങ്ങൾ ഡ്രമ്മടിക്കും. അവൻ നൃത്തം ചെയ്യും. അവൻ നൃത്തം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവനെ എന്നേക്കുമായി പുറം ലോകത്തേക്ക് അയക്കുക. മഹാരാജാ, എന്താ കിടന്ന് കറങ്ങുന്നേ? നിങ്ങളുടെ ഈ ഫ്രൂട്ട് ജ്യൂസ് വളരെ ഓ, നന്നായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ആ ഗറില്ല ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഇത് വേഗം അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കേ. വേഗം. ആ. ഇതാണ് ശരിയായ അവസരം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അതിനെ ആക്രമിക്കൂ. പക്ഷെ മോട്ടോ മഹാരാജാവ് ഇപ്പൊ അതിന് പറ്റിയ മൂഡിലല്ലെന്നാ തോന്നുന്നത്. അതാ കണ്ടോ? ഇതാ പാനീയത്തിന്റെ കുഴപ്പമാ. മഹാരാജാവ് അത് കുടിക്കാൻ പാടില്ലായിരുന്നു. എന്റെ അമ്മോ, ഇനിയിപ്പോ ഇവിടെ എന്താ സംഭവിക്കുക? പൊളിച്ചെടുത്തല്ലോ, മോട്ട് നമ്മുടെ കൈവിട്ട് പോകുന്നാ തോന്നണേ. ചിങ്കം സാർ, വേഗം നിങ്ങളുടെ തോക്കെടുത്ത് ഇവരെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കൂ. നിർത്ത്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം. നിർത്ത്. മോട്ടു, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ആ ഗൊറില്ല നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ആ കാണുന്ന വഴി കൂടെ ഓടിക്കോ. ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വേഗം. പഴം കഴിക്കാം. വേഗം പഴം കഴിച്ചിട്ട് ആ തോലങ്ങോട്ട് ഇട്. അക്കാര്യത്തിൽ നമ്മൾ മാസ്റ്റർ അല്ലേ? ഓടിക്കൊണ്ടിരുന്നോ, നിൽക്കരുത്. അങ്ങനെ അവൻ പോയി, അങ്ങനെ അവൻ പോയി. നമ്മൾ ജയിച്ചേ. മഹാരാജാവേ,
അങ്ങ് ഞങ്ങളെ ആ ഗൊറില്ലയിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. താങ്കൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം. ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഒരു കപ്പൽ ഉണ്ടാക്കി താ. കപ്പലോ? കപ്പൽ തയ്യാറാണ്. അത് നോക്കൂ. ഈ കപ്പൽ ഒരിക്കൽ ഇവിടെ വന്നു ചേർന്നതാ. ഞങ്ങൾ അതിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വരൂ, ഞാനിത് റിപ്പയർ ചെയ്ത് ശരിയാക്കി തരാതെ. സർദാർജി, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ബൈ ബൈ. ബൈ ബൈ. ഓ മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ. മുകളിലുള്ളവൻ 1000 നന്ദിയുണ്ട്. നമ്മളിവിടെ തിരിച്ചെത്തി. എന്നാ വരൂ, നമ്മൾ ചൂടുള്ള സമൂസകൾ പോയി കഴിക്കാം. എന്റെ മോനെ, ഇവൻ കാണുന്ന പോലെയല്ല, മോട്ടോർ ബോട്ടിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഓടിക്കോ.